വയനാട് ദുരന്തം കൊണ്ടുവന്ന ആഘാതം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. അതുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ വിദഗ്ധ സംഘങ്ങളൊക്കെ വരികയും ഇക്കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിലായിരിക്കും അത്തരത്തിൽ അത് ദേശീയ ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് ഈ കാര്യങ്ങൾ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തി പോകും. കേന്ദ്ര സംഘങ്ങൾ അധികം താമസിയാതെ വരും. അവരെല്ലാം വരികയും ഈ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുമെന്ന് ചിന്തിക്കുന്നു. മാത്രമല്ല, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുനരധിവാസത്തിന് ഒരു 2000 കോടി കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം കേന്ദ്രത്തിൽ നിന്ന് അതിനുള്ള അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് അറിയില്ല. പലപ്പോഴും രാഷ്ട്രീയപരമായി ഇതിനെ കാണുകയും ആ നിലയിൽ വേർതിരിവ് കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും സർക്കാരുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അതുണ്ടാകാൻ പാടില്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന നിലയിൽ ആ വിഷയത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി വേണ്ട സത്വര നടപടികൾ ചെയ്താൽ നിശ്ചയമായിട്ടും അതൊരു വലിയ ആശ്വാസമായിരിക്കും. പലതുള്ളി പെരുവെള്ളം എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് യാഥാർത്ഥ്യമാകട്ടെ. അതിനു വേണ്ടുന്ന ഊർജിതമായിട്ടുള്ള നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ആശിക്കാം. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.